പദ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് തന്നെ അതൊന്നെടുത്ത് വായിക്കണം. എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം അതിലെഴുതിയിട്ടുണ്ട്. ഉപദ്യാവിന്റെ പുസ്തകം. നീ ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പകരം ചെയ്യും. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചെയ്യും. അതാ ഇവിടുന്ന് തുടങ്ങും. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം നമുക്കറിയാം, മാർച്ച് 1-ാം തീയതിയാണ് അത് നടന്നത്. വലിയ കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷത്തോടു കൂടി നടന്ന ഒരു പരിപാടിയായിരുന്നു അത്. സർക്കാരിന്റെ അന്തസ് ഉയർത്താനുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് അതിനെ അവർ തീരുമാനിച്ചിരുന്നതും നടത്തിയിട്ടുള്ളതും. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നൂറുകണക്കിന് തൊഴിലാളികളെ എത്തിച്ച് അതിവേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. എന്തുകൊണ്ട് അത് ഇപ്പോൾ പറയുന്നു എന്നുള്ളത് അതിനുശേഷം. അപ്പൊ അങ്ങനെ എടിപിടിയുമായിരുന്നു അന്ന് കാര്യങ്ങളൊക്കെ തന്നെ നടന്നത്. ഇനി ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ ടൗൺഷിപ്പിൽ താമസിക്കാൻ കഴിയുന്നില്ല ദുരന്ത ബാധിതർക്ക്. ഉദ്ഘാടനത്തിന് ശേഷം നിർമ്മാണ ജോലികളൊക്കെ ഇഴയുകയാണ്. നമുക്കറിയാം, അന്ന് തന്നെ ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഒരുപാട് പ്രവൃത്തികൾ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഫലത്തിൽ ആളുകൾക്ക്, ദുരന്തബാധിതർക്ക് അവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ മാർച്ച് ഒരു 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഉദ്ഘാടനം നടന്നിട്ട് 1 മാസം പൂർത്തിയാകും. അതായത് ബുധനാഴ്ച ആകുമ്പോഴേക്കും 1 മാസം പൂർത്തിയാകും. ഏപ്രിൽ 1 അന്ന്. മാർച്ച് 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ നിന്ന ഇതേ സ്ഥലത്ത് ഉദ്ഘാടനം നടത്തിപ്പോയത്. അന്ന് സർക്കാർ പറഞ്ഞ വളരെ വേഗം ഇതിന്റെ പണി തീരും, ആദ്യഘട്ടത്തിൽ ഉടൻ തന്നെ 178 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും, ഏപ്രിലോടെ എല്ലാ ദുരന്തബാധിതർക്കും താമസിക്കാൻ കഴിയുന്ന സാഹചര്യം എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശാലിനി ടൗൺഷിപ്പിലെ 1-ാമത്തെ സോണിലാണ്. അതായത് ഈ 178 വീടുകൾ കൊടുത്ത സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ നടക്കുന്നത്, നമ്മൾ ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ കൊടുത്ത വീടുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണം നടക്കുകയാണ്. പക്ഷേ ഈ സ്ഥലത്ത് ഈ പണി തന്നെ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നതിന് ഒരു വ്യക്തതയുമില്ല. കാരണം ഈ 1-ാമത്തെ സോണിലെ 178 ഇതിനോടകം കൈമാറിയ വീടുകളിൽ പോലും ഇപ്പോഴും അതൊരു കൺസ്ട്രക്ഷൻ സൈറ്റായിട്ട് നടക്കുകയാണ്. അവിടെ പണികൾ നടക്കുന്നു. ആളുകൾ ഇപ്പോഴും ഇതിന്റെ ഡ്രെയിനേജിന്റെ മറ്റു പണികളുണ്ട്. ആ പണികളിൽ ഏർപ്പെടുകയാണ്. ഈ പണിയൊക്കെ തീരണമെങ്കിൽ ഇനിയും എത്ര ദിവസം എടുക്കും എന്നത് കാണാൻ കഴിയും. നമുക്ക് കാണാം, ഇതേ സ്ഥലത്ത് തന്നെയാണ് ഒരു ലോണൊക്കെ ഉണ്ടാക്കി, അതായത് ഗാർഡനൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഗാർഡനും ഈ 178 വീടുകൾ പെയിന്റ് അടിച്ചു കൊടുത്തു എന്നല്ലാതെ അതിലേക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ദുരന്തബാധിതർക്കുള്ളത് എന്ന് പറയാൻ കഴിയും. അതായത് ഇപ്പോൾ സർക്കാർ പറഞ്ഞ വാക്കനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ വീടുകളിൽ ഇപ്പോൾ തന്നെ ദുരന്തബാധിതർക്ക് താമസിക്കാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ ആ സാഹചര്യം ഇപ്പോഴില്ല. പ്രധാനപ്പെട്ട ഗൗരവതരമായ കാര്യം, 2300ഓളം പേരോ അതിലധികമോ വരെയാണ് ഈ ഉദ്ഘാടനം നടക്കുന്നതിന് തൊട്ട് ദിവസങ്ങളൊക്കെയായി ആ ആഴ്ചകളിലൊക്കെ ഈ നിർമ്മാണ സ്ഥലത്ത് പണിയെടുത്തത്. ആ സ്ഥലത്ത് പക്ഷേ ഇപ്പോൾ അതിൽ അത്രയും പോലും ആളുകളില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പകുതിയോളം മാത്രം ആളുകളെ ഇപ്പോഴും പണിയെടുക്കുന്നു.